വരുണിനെ ഇഷ്ടം പോലെ കല്യാണാലോചനകൾ വന്നതാ. ഒക്കെ നല്ല നിറമുള്ള പെൺകുട്ടികളായിരുന്നു. ഇതിപ്പോ അവൻ്റെ അത്ര നിറമില്ലല്ലോ. എങ്കിലും ആരും കുറ്റമൊന്നും പറയില്ല കേട്ടോ. പക്ഷേ കുറച്ചും കൂടി നിറം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഏതായാലും പുറത്ത് പോവല്ലേ, ആ ഉള്ള സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് പൊയ്ക്കോളൂ കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും ഒന്നുമില്ലാന്ന്. ഇപ്പം തന്നെ താഴ്ത്തിയുള്ള എത്തി പറഞ്ഞതേ ഉള്ളൂ. വരുണിന് ഭയങ്കര സ്വർണവും പണമൊക്കെ കിട്ടിക്കാണുമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ പെൺകുട്ടിയോടെ നേരെ ഒന്നും നോക്കാതിരുന്നേന്ന്. നമുക്കല്ലേ അറിയൂ നിങ്ങളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെന്ന്. എന്തിനാ മറ്റുള്ളവരെ കൂടി അറിയിക്കുന്നത്? റോൾഡ് ഗോൾഡ് ആണെങ്കിലും അതോടെ ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കോളൂ കേട്ടോ. ഈ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഈ കളർ അങ്ങോട്ട് ചേരണില്ല. മഞ്ഞ കളറായിരുന്നെങ്കിൽ കുറച്ചും കൂടി നിറം തോന്നിച്ചേനെ. ഭരണിൻ്റെ കൂടെ നിൽക്കുമ്പോൾ മഞ്ഞ ഇട്ടാൽ മതി കേട്ടോ, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ എല്ലാവരും പറയും വരുണിൻ്റെ അത്രയും നിറയില്ലാന്ന്. വരുണിന് കുട്ടി പറന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ശാരദയെടുത്ത് വിളിച്ചു ചോദിച്ചു, ആണാണോ പെണ്ണാണോ എന്ന്. പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ശാരദയെടുത്ത് പറയുകയാണേ, ഈ ആൺകുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഒരു ഭാഗ്യം വേണം എന്ന്. ആ, അതും ശരിയാ. മോൾക്ക് വരുണിൻ്റെ മുഖഛായ, പക്ഷേ നിറം മോളുടെയാണ് കേട്ടോ. കുറച്ചും കൂടി നിറം ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. പെൺകുട്ടിയല്ലേ. നമ്മുടെ സൊസൈറ്റിയിൽ പലരും ഫേസ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ആയിരിക്കും ഇതല്ലേ. ഹോണസ്റ്റ്ലി ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടോ അല്ലെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.